സോ ഹലോ മച്ചമ്മ അപ്പനാണെങ്കിൽ വെറൈറ്റി വീടാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോടിൽ പുതിയ വീട് രണ്ടാം പാർട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആ വീട്ടിലോട്ട് പോണ വഴിയാണ് കേട്ടോ ഗൈസ്. നല്ല തണുപ്പുള്ള വഴിയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ വഴി ഗൈസ്. നല്ല വഴിയാണ് ഗൈസ്. അതുപോലെ ഈ പറമ്പൊക്കെ നമ്മുടെ പറമ്പാണ്. ഇതൊക്കെ നമുക്കൊന്ന് വെട്ടി നിരപ്പാക്കി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കണം ഗൈസ്. അത് അങ്ങോട്ടൊക്കെ വേറെ ആൾക്കാരുടെ പറമ്പാണ്, ഇവിടെ ചെറിയ പറമ്പാണ് ഗൈസ്. അതുപോലത്തെ ഗൈസ് ഇത് വേറെയൊക്കെ പറമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ പറമ്പൊക്കെ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സെൻറ്റ് സ്ഥലമൊക്കെ മേടിച്ചിടാം ഗൈസ്. എനിക്ക് തോന്നുന്നത് വിൽക്കാൻ്റെ പറമ്പാണെന്നാണ് കേട്ടോ ഗൈസ്. അപ്പം ഇതൊക്കെ ചെടിയാണ് കേട്ടോ, ഇവിടെ ഉള്ള ചെടിയാണ്, പണ്ടത്തെ ആൾക്കാർ ഇട്ട ചെടിയാണ് കേട്ടോ ഗൈസ്. ഇപ്പം ഇത് നല്ല വിലക്കാണ് നമ്മൾ മേടിച്ചത് ഗൈസ്. വില വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ഗൈസ്, ഞാൻ കമൻറ്റിൽ ആഡ് ചെയ്ത് എടുക്കാൻ വില. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു സ്ഥലം കേട്ടോ ഗൈസ്. നല്ല സ്ഥലമാണ് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്, നല്ല തണുപ്പുണ്ട്. കുറേ ചക്ക മാങ്ങ വാഴ പ്ലാവ് എല്ലാം ഉണ്ട് ഗൈസ്. ഇവിടെ നല്ല ഭംഗിയാണ് ഗൈസ്. അത് തോന്നുമ്പോൾ ചക്കയൊക്കെ പോയി പറിച്ചെടുക്കാം ഗൈസ്, അത്രയും നല്ല ഭംഗിയാണ് ഗൈസ്. അതുപോലെ എനിക്ക് വിശക്കുമ്പോഴൊക്കെ ചക്കയൊക്കെ പറിച്ച് തിന്നുമെന്ന് ആലോചിച്ചുണ്ട്, പക്ഷേ പേടി കൊണ്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ. എന്തായാലും നമ്മൾ ഒരു ദിവസം പോകണം, വീഡിയോ ഇടും ഗൈസ്. ഇവിടെ കുറേ വാഴയൊക്കെ ഉണ്ട്, അതെന്താണെന്നറിയില്ല, കുഴിയോടെ പട്ടി കുഴിച്ചിട്ടാണ് അല്ലെങ്കിൽ പന്നിക്കണി വെച്ചേക്കണമെന്നൊന്നും അറിയില്ല ഗൈസ്. അങ്ങനെ അതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരു മറ്റേ പപ്പങ്ങ ഉണ്ട് ഗൈസ്. അങ്ങനെ അതെല്ലാം കണ്ട് നല്ല തണുപ്പുള്ള പറമ്പാണ് ഗൈസ്. അങ്ങനത്തെ ഇവിടെ ഒരു ഇതാണ് നമ്മുടെ വീടട്ടോ ഗൈസ്. വീടൊക്കെ ഒരു അലങ്കോലൊക്കെ കിടക്കാണ് ഗൈസ്. നമ്മൾ ഇത്ര വന്നിട്ടുണ്ടായില്ല, കഴിഞ്ഞ വർഷം മേടിച്ചിട്ട് വീടായതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ക്ലീൻ ആക്കണേട്ടോ ഗൈസ്. ക്ലീൻ ആക്കാൻ രണ്ട് ഹിന്ദിക്കാർ ചേട്ടന്മാരെ വിളിച്ചിട്ടുണ്ടായി. ഒരു ചേട്ടൻ അപ്പോൾ എന്തോ ഭക്ഷണം മേടിക്കാനായിട്ട് കണ്ട് പോയിട്ടുണ്ട്, ഒരു ചേട്ടനാണ് മൊബൈൽ നോക്കി ഇരിക്കുന്നുണ്ട് ഗൈസ്. അത് പണി കുറച്ച് നമ്മൾ തുടങ്ങുള്ളൂ ഗൈസ്. ഈ പറമ്പെല്ലാം മറ്റേ പുല്ലോടെ മിഷ്യൻ വെച്ച് വെട്ടി നിരപ്പാക്കി നല്ല കുട്ടപ്പനാക്കി എടുക്കും ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് വീടിൻ്റെ ഉള്ളെന്ന് തന്നെ ടൈൽസ് അല്ല ഗൈസ് ഇത്, പക്ഷേ വേറെ എന്തൊക്കെയാണ് വാർത്ത വീടാണ് കേട്ടോ ഗൈസ്. അത് ടൈൽസ് എല്ലാം നമ്മൾ പൊളിച്ച് മാറ്റി പുതിയ ടൈൽസൊക്കെ ഇടുന്നു ഗൈസ്. പുതിയ പെയിൻ്റൊക്കെ അടിച്ച് ഈ ജനാലൊക്കെ മാറ്റാനായിരിക്കും ഗൈസ്. ഇതിപ്പോൾ നമ്മൾ ഉള്ളിൽ കണ്ടൊരു ബെഡാണ് ഗൈസ്, ഫ്രീ ആയിട്ട് എൻ്റെ ഉള്ളിൽ ഇരുന്ന് വെച്ച് ബെഡാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ലിവിങ് റൂമാണ് ഗൈസ്, നല്ലൊരു ലിവിങ് റൂമാണ്. അതുപോലെ ഇത് നമ്മുടെ ഒരു അടുക്കളയാണ് ഗൈസ്. അടുക്കള അത്യാവശ്യം നല്ല അടുക്കള തന്നെയാണ് ഗൈസ്. നല്ല ടൈൽസൊക്കെ ഇട്ട് അടുക്കളയോടെ ഗ്യാസ് സ്റ്റവ് എടുക്കേണ്ടത്, അത് തന്നെ പൊട്ട ഗ്യാസ് സ്റ്റവാണ്, ഈ ഗ്യാസ് സ്റ്റവാണ്. അപ്പോൾ നമ്മൾ അവിടെ സിമെൻ്റൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ വെളിയിൽ നമ്മൾ ടൈൽസ് ഒക്കെ ഇടുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ സ്വിച്ച് ബോർഡെല്ലാം മോശം ഉണ്ടോ ഗൈസ്. വീടിൻ്റെ പണ്ടത്തെ വീട് പോലെയാണ്, അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശരിയാക്കും. ഇതെന്ന് പറഞ്ഞാൽ ഒരു വർക്ക് ഏരിയ ആണ്, സ്റ്റോർ റൂം പോലത്തെ ഒരു ഏരിയ ഉണ്ട്. മിക്കവാറും ഞാൻ അതിൻ്റെ സൈക്കിൾ ഏരിയയ്ക്കും മാറ്റും ഗൈസ്. അതുപോലെ ഇത് ഒരു ബാക്ക് യാർഡ് ഇട്ടിട്ട് ഗൈസ്. ബാക്ക് യാർഡ് നമുക്ക് വേണമെങ്കിൽ ഗാർഡനൊക്കെ സെറ്റപ്പ് ആക്കാം ഗൈസ്. അത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വീഡിയോയിൽ കമൻറ്റ് ഇട്ടാൽ അതുപോലെ ഗൈസ് നമ്മൾ ഗീവ് അവേ നടത്തുന്നതായിക്കോട്ടെ, ഗീവ് അവേ. അപ്പോൾ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കാരണം ടാറ്റ, സബ്സ്ക്രൈബ് പ്ലീസ്.